നമസ്കാരം. IFPHന്റെ 1881 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദ്, PHMS, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ റിജീസ് ഹെൽത്ത് കെയർ, കാട്ടാക്കട, തിരുവനന്തപുരം. KSYC കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ മുൻ പ്രോജക്റ്റ് കോർഡിനേറ്റർ, 14 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഡോക്ടർ രാജൻ ശങ്കറിന്റെ നാച്ചുറൽ കിങ്ഡം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ് ഇന്ന് ഡോക്ടർ ചെയ്യുന്നത്. പുസ്തക പരിചയത്തിന് വേണ്ടി ഡോക്ടർ റിജി റഷീദിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കേൾക്കുന്നുണ്ട്? ഗുഡ് ഈവനിങ് ഓൾ. ഡോക്ടർ അജിമി പറഞ്ഞ സെന്റൻസിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. കഴിഞ്ഞ സെഷനിൽ ഞാൻ കുറച്ച് കേട്ടിരുന്നു. ആക്ച്വലി കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഹ്യൂബർട്ട് സാറ് പറഞ്ഞതും ലാസ്റ്റ് ലൈനാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി കോളേജിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ മെറ്റീരിയൽ പഠിക്കുക ഏതൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ പ്രാക്ടീസിൽ അത് ഏതൊക്കെ ഡൈവേർഷനിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന ഒരു അവയർനെസ് ശരിക്കും കിട്ടിയതാണ് സത്യം. നമ്മൾ വൈകി പരിചയപ്പെടുന്ന പല ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിനെയും കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് മീൻസ് നമ്മൾ 5.5 വർഷം പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ PG ബാക്കിയൊക്കെ ഡിഗ്രീസും ബാക്കി കാര്യങ്ങളും സെമിനാറൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണമുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് 5.5 years എന്ന് പറഞ്ഞാൽ അത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണല്ലോ. അപ്പോ നമ്മൾക്ക് കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് നാച്ചുറൽ കിങ്ഡം ഹീലിംഗ് വിത്ത് ഹോമിയോപ്പതി ഡോക്ടർ രാജൻ ശങ്കരന്റെ ബുക്ക് റിവ്യൂ ആണ്, സാറിന്റെ ബുക്ക് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ബുക്ക് ആക്ച്വലി ഓരോ ബുക്കും നമുക്ക് തുറന്നിടുന്നത് ഓരോ വാതായനങ്ങളാണ്. നമ്മൾ അത് തിങ്ക് ചെയ്യുന്നതും ഓരോ തരത്തിലാണ്. നമ്മൾ ഒരുപാട് ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടാന്ന് പറഞ്ഞാൽ ചില ബുക്സിന് നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ഇപ്പൊ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ഓരോ തരത്തിലാണ്. ഈ ബുക്ക് മാത്രമല്ല, മിക്കവാറും ബുക്സ് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ള അർത്ഥങ്ങളാണ് കിട്ടുക. അപ്പൊ ഈ ബുക്കില് നമുക്ക് ഇതിനകത്ത് നാച്ചുറൽ കിങ്ഡം ഇൻട്രൊഡക്ഷനിൽ ഡോക്ടർ രാജൻ ശങ്കരൻ, ഇന്റർനാഷണലി റിനൗൺഡ് ഹോമിയോപ്പത്ത്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1981 മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ സാറിന്റെ സെൻസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അതർ സോങ് എന്ന് അതിൽ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട്. അപ്പം ഒരു സാറിന്റെ ഒരുപാട് ബുക്സിൽ ഒരു ബുക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്ന ഒരാൾക്ക് എന്താ ഫീൽ ചെയ്യണം, ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി പഠിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിലെ റെമഡീസ് പഠിക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്ന് പഠിക്കാനോ ഒന്നും അല്ല. ഫസ്റ്റ് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്താ വെച്ചാല് നമ്മളുടെ അതർ സോങ് എന്തായിരിക്കും, നമ്മളുടെ ഇന്നർ എസൻസിൽ നമ്മൾ ഇതിൽ ഏതായിരിക്കും എന്നുള്ളൊരു ഫീലാണ് ശരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു സെൻസിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതൊരിക്കലും നമുക്കൊരു മെറ്റീരിയൽ പഠിക്കുക, ആ ഒരു നോളജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആണോ ഫ്രൂട്ട്ഫുൾ ആണോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് ആ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് വായിച്ച് തീർക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇത് എഴുതിയേക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് വന്നിട്ട് ഈ അതർ സോങ്ങിന്റെ സെൻസേഷനും ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇതില് 3 കിങ്ഡംസ് ആണ് മെയിൻലി മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, അതുപോലെ തന്നെ മിനറൽ കിങ്ഡം എന്ന് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഇത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുള്ള ആ ഒരു സോങ്, അതായത് ഒരു നാച്ചുറിന്റെ ആ ഒരു ബാലൻസിൽ വരുന്ന ഒരു സോങ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഈ ദിവസം വരെ ഓക്കെ നമ്മൾക്ക് ഓർമ്മയുള്ള ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ കുഞ്ഞായിരുന്ന ഞാൻ, എന്നിട്ട് അഡോളസെന്റ് ആയ ഞാൻ, അല്ലെങ്കിൽ മാരീഡ് ആയ ഞാൻ, സ്റ്റുഡന്റ് ആയിരുന്ന ഞാൻ, പ്രാക്ടീഷണർ ആയ ഞാൻ, അമ്മയായ ഞാൻ, മരുമകളായ ഞാൻ, ഫ്രണ്ടായ ഞാൻ, എനിമിയായ ഞാൻ, അസൂയക്കാരിയായ ഞാൻ, പിന്നെന്താ വൈരാഗ്യ മനസ്സ് സൂക്ഷിക്കുന്ന ഞാൻ,
പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്തത് മറക്കാതെ ആ ഗ്രഡ്ജ് ഇങ്ങനെ ഉള്ളിലിട്ട് നടക്കുന്ന ഞാൻ, അങ്ങനെ പല പല തരത്തിൽ, അല്ലെങ്കിൽ ഗ്രീഡി ആയി ഞാൻ, അംബീഷ്യസ് ആയി ഞാൻ, പിന്നെ എന്തൊക്കെയോ ഉണ്ട് എന്റെ ഉള്ളില്. പക്ഷെ അതൊന്നും ഞാൻ അതേപടി പുറത്ത് കാണിക്കുന്നേ ഇല്ല. അത് ചായം തേച്ച് മറ്റൊരർത്ഥത്തിൽ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ പല പല വെറൈറ്റീസിലുള്ള നമ്മളെ ഓരോ ആൾക്കാരെയും നമുക്ക് ഇതിനകത്ത് ആക്ച്വലി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് അക്നോളജ്മെന്റ് കഴിഞ്ഞിട്ട് പ്രൊലോഗ് ദ പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുക. ആ പ്രൊലോഗ് ദ പോസ്റ്റ് കാർഡിൽ എന്ന് പറഞ്ഞാല് വന്നിട്ട് ഒരു പതക് സാറുമായിട്ട് ഉണ്ടായിരുന്ന രാജൻ ശങ്കരൻ സാറിന്റെ ഫാദറിനുണ്ടായിരുന്ന ആ ഒരു ഇന്റിമസിയും, പിന്നെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും, പ്ലസ് പുള്ളി പോയതിനു ശേഷം ഹോമിയോപ്പതി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഹോമിയോപ്പതി നന്നായി അറിയണം, തന്റെ അച്ഛനെ പോലെ തനിക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്ന സമയത്ത് പുള്ളി പതക് സാറിനെ അടുത്തേക്ക് പോവുകയും പിന്നെ അവിടെ ഉണ്ടാവുന്ന ഇൻസിഡൻസ് ആണ് ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, അല്ല പ്രൊലോഗിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് ട്രഡീഷണൽ ഹോമിയോപ്പതി, അതാണ് ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഹോമിയോപ്പതി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ട്രഡീഷണൽ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ലാ ഓഫ് സിമിലേഴ്സ്, പ്രൂവിങ്, പൊട്ടൻസി, വൈറ്റൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച്, ഇൻഡിവിജ്വലൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മള് പിന്നെ അതിന്റെ ഹോമിയോപ്പതിയുടെ ഇവോൾവ്മെന്റ്, ബാക്കി കാര്യങ്ങൾ, ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഞാൻ എന്റെ ഒരു റീഡർ എന്നുള്ള രീതിയിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, a disease will be cured by a substance that can create a similar state in a person. അത് നമുക്കറിയാം, അതാണ് ലാ ഓഫ് സിമിലേഴ്സ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്കല് പ്രൂവിങ്ങിന്റെ സമയത്ത് സിംറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബെലഡോണയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹോമിയോപ്പതി ആസ്പെക്റ്റിൽ വന്നിട്ട് ബെലഡോണ, തലവേദനയ്ക്ക് ബെലഡോണ, ഓക്കെ, ഹൈപ്പർ ടെൻഷന് ബെലഡോണ, അല്ലെങ്കിൽ അക്യൂട്ടായിട്ട് വരുന്ന പെട്ടെന്ന് വരുന്ന കംപ്ലൈൻസിന്, പെട്ടെന്ന് പോകുന്നു, അങ്ങനെയൊക്കെ വരുന്ന കംപ്ലൈൻസിന് ബെലഡോണ. അങ്ങനെ ഒരു നിയർ തലവേദനയ്ക്ക് ഒരു ബെലഡോണ എന്നതിലുപരി, belladonna produces aching pain in the right temporal region, which on leaning the head on the hand changes to a bursting and extends to the right frontal protuberance. അതായത് ബെലഡോണ തലവേദനയ്ക്ക് എന്നതിനേക്കാൾ ഉപരി ആ തലവേദന എവിടെന്ന്, എങ്ങനെ, അതിന്റെ ഒറിജിൻ, അതിന്റെ സെൻസേഷൻ, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ മൊഡാലിറ്റി, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഹോമിയോപ്പതി പോകുന്നത് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ദിസ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ബെലഡോണാസ് 1440 സിംറ്റംസ്, അതായത് 1440 സിംറ്റംസ് ഉള്ള ബെലഡോണയിലെ ഒരൊറ്റ സിംറ്റം മാത്രമാണ് ഞാൻ ഇവിടെ നരേറ്റ് ചെയ്തത് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് the first is what can be visibly seen, the changes in a person's appearance or in the tissues of their body. These are termed as, അതായത് ഒബ്ജക്റ്റീവ് സിംറ്റംസും സബ്ജക്റ്റീവ് സിംറ്റംസിനെ പറ്റിയാണ് പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് നമുക്കറിയാം, ഈ രണ്ട് സൈൻസും സിംറ്റംസും അതുപോലെ തന്നെ ഓരോ സിംറ്റംസും കാറ്റഗറൈസ് ചെയ്യുന്ന രീതി ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പൊട്ടൻസിയെ പറ്റിയാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഹോമിയോപ്പതിക് പൊട്ടൻസീസിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് വൈറ്റൽ ഫോഴ്സ്, അത് ഫോഴ്സ് ഓഫ് ലൈഫ് എന്ന് വെച്ചിട്ടാണ് വൈറ്റൽ ഫോഴ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സമ്മറി ആയിട്ട് ട്രഡീഷണൽ ഹോമിയോപ്പതിയിലെ സമ്മറി വരുന്നതെന്ന് പറഞ്ഞാല്, homeopathic medicines aim to restore the overall health of the patient by treating the cause, not just eliminate the symptoms. When the patient becomes healthy, the symptoms disappear. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇന്നിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ബൈ ട്രീറ്റിംഗ് ദ കോസ്, നോട്ട് ജസ്റ്റ് എലിമിനേറ്റ് ദ സിംറ്റംസ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാള് റീനൽ സ്റ്റോൺ ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആയിട്ട് വന്നു, PCOD ആയിട്ട് വന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, ട്രീറ്റിംഗ് ദ കോസ് അല്ലെങ്കിൽ എലിമിനേറ്റ് ദ സിംറ്റംസ് അല്ലെങ്കിൽ നോട്ട് ദ ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പൊതുവേ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാല് ആ സിംറ്റംസ് അലീവിയേറ്റ് ചെയ്യാൻ ആണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ PCOD കേസസിൽ മെയിൻലി 2 വർഷം 3 വർഷം ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്തു വരുന്ന കേസസ് ആണെങ്കിൽ പോലും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഡോക്ടർ നമ്മൾ ഇത് എടുക്കുന്നുണ്ട്, അതായത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട്, അതായത്
പീരീഡ്സ് എല്ലാ മാസവും വന്നു കഴിഞ്ഞാൽ PCOD ട്രീറ്റ്മെന്റ് അതാണ്, പിന്നെ വേറെ ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ ആ പീരീഡ്സ് എല്ലാ മാസവും വരുന്നു. അപ്പം റീസെന്റ് വന്നൊരു കേസ് വന്നിട്ട് 1.5 years ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ PCOD ഉണ്ട്, ഇത് പീരീഡ്സ് വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം പീരീഡ്സ് വരുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ സ്കാൻ റിപ്പീറ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് വളരെ ബ്ലൈൻഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ പീരീഡ്സ് വരുന്നുണ്ടല്ലോ ഡോക്ടർ, അപ്പൊ പിന്നെ ഡോക്ടർ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ USG അബ്ഡമൻ നമ്മൾ ഇൻക്ലൂഡിങ് പെൽവിസ് നമ്മൾ വിടുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം അത് വന്നിട്ട് ആ സ്റ്റേജ് ഇംപ്രവൈസ്, അതായത് കൂടുകയാണ് ചെയ്തത്, എക്സാജറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ ട്രീറ്റ്മെന്റിലെ ഇംപ്രൂവ്മെന്റ് അല്ല അവിടെ വന്നേക്കുന്നത്. അപ്പൊ ആ കുട്ടീനോട് വർത്താനം പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചെറുപ്പത്തില് ആ കുട്ടി ആഗ്രഹിച്ച പോലെ അതിന്റെ പാരന്റ്സ് അതിനെ സ്നേഹിച്ചില്ല. ഓക്കെ. അതായത് ഒരു ഈ കുഞ്ഞ് ആഗ്രഹിച്ചത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ആഗ്രഹിച്ചത്. പക്ഷെ ആ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് അവർക്കത് ആ അൺകണ്ടീഷണൽ ലവ് ആ കുട്ടിക്ക് ആ പ്രായത്തിൽ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ബിക്കോസ് ഓഫ് അവരുടെ ടെൻഷൻസും ഇഷ്യൂസും മറ്റു കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേണോ അല്ലെങ്കിൽ പാരന്റിങ്ങിന്റെ മോശം കൊണ്ടോ അത് അങ്ങനെ സംഭവിച്ചു. അപ്പൊ അത് ഈ കുട്ടി ഇതിങ്ങനെ പറയുമ്പോൾ ശരിക്കും എനിക്ക് അപ്പൊ ഓർമ്മ വന്നെന്ന് പറഞ്ഞാൽ എവിടെയോ വായിച്ചു, എവിടെയാന്നുള്ളത് ഓർമ്മ വന്നില്ല, എവിടെയോ വായിച്ചൊരു നാട്രമൂറാണ് എനിക്കപ്പോ ഓർമ്മ വന്നത്. അപ്പൊ നാട്രമൂർ, ഇങ്ങനെ ഒരു നാട്രമൂർ ഉണ്ട്. അപ്പൊ ഞാന് ഒന്നും ചെയ്തില്ല, നാട്രമൂർ 10 ഒരു ഡോസ് കൊടുത്തു. ആ ഒരു ഡോസ് കൊടുത്തതിന് ശേഷം പേഷ്യന്റിനോട് പറഞ്ഞെന്ന് പറഞ്ഞാല് പീരീഡ്സ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അങ്ങനെ ഇപ്പം തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, പീരീഡ്സ് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റും എക്സസൈസും ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക. അപ്പം ഇതുണ്ട്, അനീമിക് ആണ്, അതുപോലെ തന്നെ അയൺ പ്രൊഫൈലിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, ഹൈപ്പോ ടെൻഷനും ഉണ്ട്. അപ്പം അത് കണക്കാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ, എക്സസൈസ്, ബാക്കി കാര്യങ്ങൾ അതാണ് നമ്മൾ പിന്നെ അയൺ ടോണിക്സ് കൊടുത്തിരുന്നു. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊടുത്തത്. ശരിക്കും പീരീഡ്സ് ആവോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷെ നാട്രമൂറിന്റെ എണ്ണം പോയി കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള ചേഞ്ചസ്, അതായത് ഹസ്ബൻഡിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ, നമ്മൾ പറയുമല്ലോ എന്താ പറയാ, ഹോമിയോപ്പതി എന്ന് പറയുന്നത് എന്താ, ശാരീരികവും മാനസികവും വൈകാരികവുമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. എക്സാക്ട് ആ നാട്രമൂറ് 10 വർക്ക് ചെയ്തതും ശാരീരികവും മാനസികവും വൈകാരികമായിട്ട് തന്നെയാണ് അത് വർക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ ഇത് നമ്മുടെ ഈ ബുക്കിന്റെ കൺസെപ്റ്റിൽ നാട്രമൂറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനറൽ കിങ്ഡത്തിലാണ് നാട്രമൂർ വരിക, അതായത് ക്രിസ്റ്റൽ ഷേപ്പിലാണല്ലോ. അപ്പൊ ആ ഒരു മിനറൽ കിങ്ഡത്തിലാണ് നാട്രമൂർ വരിക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ആ ചാപ്റ്റർ എത്തുമ്പോൾ അതിലേക്ക് എത്തും. പിന്നെ പറയുന്നത് പറഞ്ഞാല് പിന്നെ ഇതിൽ ഹോളിസം ആൻഡ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് എന്താന്ന് വെച്ചാൽ ദ ഐഡിയ ഓഫ് ഹോളിസം സജസ്റ്റ് ദാറ്റ് ദ ബോഡി ഇസ് ബോൺ ആസ് വൺ, functions as one, reacts as one, and dies as one. When affected by sickness, it reacts as a whole. The symptoms represent this very reaction and are found all over the body and also in the patient's mental state. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ അത് ആ ഹോളിസം, ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള ഒരു ഇത് വിട്ടിട്ട് ഹോളിസം എന്നൊരു അപ്രോച്ചിലാണ് അതവിടെ വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നിയ, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് ഇന്ന് ചിന്തിക്കാൻ തോന്നുന്ന മറ്റൊരു സെന്റൻസ് ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ a good homeopath learns to perceive disease as a continually evolving process which begins in the womb and ends in the tomb. അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്നും നമ്മൾ പറയല്ലോ കുഴിയിലേക്ക് പോവാന്ന് പറയുമല്ലോ, അതുവരെയും ഉള്ള കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഡിസീസിനെ നമ്മൾ പെർസീവ് ചെയ്യുക എന്ന് പറയും. അത് എക്സാക്ട്ലി അത് ശരിയാണ്. കാര്യം നമ്മള് ചെറുപ്പം മുതലേ നമ്മളെടുത്ത് ചികിത്സിക്കുന്ന ആൾക്കാർ അവസാനം വരെ, ഇപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള മാഡംസിനും സാർമാർക്കും അറിയാം, അവര് 2-3 തലമുറയായിട്ട് ആ ഫാമിലി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്കത് നന്നായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ അറിയാമായിരിക്കും. എപ്പോഴും നമ്മള് ആ ഒരു എന്താ പറയാ, ഒരു ഇൻസിഡന്റിന് ഉള്ള അന്നേരത്തെ ആ ഒരു റിയാക്ഷൻ എന്നതിലുപരി അവരുടെ ചെറുപ്പകാലത്ത് നമ്മളിപ്പം ADHD ഒക്കെ ആയിട്ട് വരുന്ന, ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസിൽ വരുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മൾ ഏതൊരു കേസിലും നമുക്ക് ലൈഫ് സ്റ്റൈൽ സിറ്റുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ വളരെ തറവായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നേക്കുന്നതും. പക്ഷെ എന്നാലും
നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സാധാരണ എന്താ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കേണ്ട കാര്യമാണ് ഇപ്പൊ പ്രഗ്നന്റ് ആയത് എങ്ങനെ കൺസീവ് ആയി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതായത് ട്രീറ്റ്മെന്റിലൂടെയാണോ അല്ലാതെയാണോ ആ കൺസീവ് ആവുന്ന സമയത്ത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസീവ് ആവുന്ന സമയത്ത് ആ അമ്മ അല്ലെങ്കിൽ ആ ഭാര്യ ഒരമ്മയാവാൻ മാനസികമായി തയ്യാറെടുത്തിരുന്നോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ആ 9 months ജേർണി എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തോടു കൂടി. അപ്പൊ ഇത് എന്താ പറയാ, ട്രഡീഷണലി നമ്മൾ ചിന്തിക്കുമ്പം കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് എന്തൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്, അത് അമ്മയുടെ ഡ്യൂട്ടി ആണല്ലോ. കാരണം അമ്മ എന്ന് പറഞ്ഞപ്പോ സർവ്വം സഹയാണ്. അപ്പൊ അമ്മയുടെ ഡ്യൂട്ടിയാണ് അത് ക്യാരി ഓവർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ഓരോ കുട്ടികളോട് ചോദിക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും. അപ്പൊ ആ സമയത്ത് അവർ ഓക്കെ ആയിരുന്നോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ 9 months ജേർണിയിൽ അവരുടെ സ്ട്രെസ് എങ്ങനെയായിരുന്നു. ഇപ്പൊ സ്ട്രെസ് തന്നെ പല ഗ്രേഡ്സിലാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ജേർണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മിക്കവാറും നമ്മുടെ ആ ഒരു മയാസ്മാറ്റിക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബാല്യകാലം ചോദിക്കാറുണ്ടല്ലോ. ബാല്യകാലം ചോദിക്കാറുള്ളപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്നത് ഏത് സ്കൂളിൽ പഠിച്ചു, എവിടെ പഠിച്ചു, കോളേജിൽ പഠിച്ചു, കോളേജിൽ അഫയർ വല്ലതും ഉണ്ടായിരുന്നോ, അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിലാണ് പൊതുവെ പോവാറ്. അച്ഛനും അമ്മയും ഒക്കെ നല്ലതായിരുന്നോ, നല്ല സ്നേഹമായിരുന്നോ, അല്ലെങ്കിൽ കുടി ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവാറ്. അങ്ങനെയല്ല. കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഈ അടുത്ത ഒരു 3 months 4 months ബാക്ക് വന്ന 2 കേസസ് ആണ്. രണ്ട് സിസ്റ്റേഴ്സ് ആണ്. മൂത്ത സിസ്റ്റർക്ക് വന്നിട്ട് എന്താ പറയാ, ഇത് ESR എലിവേറ്റഡ് ആണ്. പിന്നെ ജോയിന്റ് പെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെയർ ഫോളും ഡാൻഡ്രഫും ഒക്കെ ഉണ്ട്. അങ്ങനെ വന്നതാണ്. ഒരു 2 to 3 weeks ആയപ്പം ഇളയ സിസ്റ്റർ വന്നു. അപ്പൊ ഇളയ സിസ്റ്റർ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്കും ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, മറ്റു അസ്വസ്ഥതകളൊന്നുമില്ല. പക്ഷെ ഈ മൂത്ത കുട്ടീനെ ഹസ്ബൻഡ് വീട്ടുകാരുടെ കൂടെയാണ് ഞാൻ കാണുന്നത്. രണ്ടാമത് ഇളയ കുട്ടി വരുമ്പോ രണ്ടുപേരും സിസ്റ്റേഴ്സ് മാത്രമായിട്ടാണ് വന്നത്. അപ്പൊ ഇവരോട് നമ്മളിങ്ങനെ ആ വീട്ടില്, അതായത് കല്യാണം കഴിച്ചു കൊണ്ട വീട്ടിലൊരു 6 സഹോദരങ്ങളുണ്ട്. ഇവരുടെ വീട്ടിൽ 3-4 ആൾക്കാരുണ്ട്, ഇവരുടെ സ്വന്തം വീട്ടില്. അപ്പം ഈ കുട്ടീനെ ആദ്യം കാണുമ്പോഴേ നമ്മൾ പറയല്ലോ ഒരു നല്ല ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നല്ല ഹോമിയോ ഡോക്ടർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് ഒരു നല്ല ഹോമിയോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരാൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ, അത് ഈ ബുക്കിലും പറയുന്നുണ്ട്, എൻ്റർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിൽ ഇരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ്, ബാക്കി കാര്യങ്ങൾ, നോട്ടം, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ടല്ലോ. അത്രയൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും എന്തോ ഈ കുട്ടിന്റെ മനസ്സിലുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് ആ തുടക്കത്തിലേ തന്നെ തോന്നിയിരുന്നു. അപ്പൊ ഈ 2 സിസ്റ്റേഴ്സ് വന്നു. ഇവർ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ അതായത് 2 പേര് ഒരുമിച്ച് സംസാരിക്കുകയാണ് കൗൺസിലിംഗ് സെഷനിൽ. അപ്പൊ ഈ മൂത്ത കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാല് ബാക്കി 2 ആൺകുട്ടികളാണ്. ഈ 2 പെൺകുട്ടികളും മറ്റേ 2 ആൺകുട്ടികളാണ്, സിബ്ലിങ്സ്. അച്ഛൻ ഡ്രങ്കാർഡാണ്. അമ്മ വന്നിട്ട് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട്, അതായത് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രം അവിടെ താമസിക്കുന്നു. പല ദിവസവും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ, ഈ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പുള്ളി കുടിച്ചിട്ട് വന്നിട്ട് അവരുടെ അമ്മയുടെ കാലിൽ ഇങ്ങനെ വലിച്ചെഴച്ചു കൊണ്ടുപോയി ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം പരിമിതമായ സാഹചര്യമുള്ള വീടാണ്. സ്വാഭാവികമായിട്ടും അപ്പൊ അതങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ മൂത്ത കുട്ടി കരയുന്നുണ്ട്. മൂത്ത കുട്ടി നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞപ്പം അച്ഛനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ കുട്ടി ഇതൊക്കെ കേട്ടിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മൂത്ത കുട്ടി പറയാണ്, ഇവൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും, ഞാൻ ഇത്ര നാൾ കൊണ്ട് നടന്നതാണ്, അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല, ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് എന്തോ പറയണം എന്ന് തോന്നി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കുട്ടി, ഈ കുട്ടി ഭയങ്കര വൈകാരികമായിട്ടാണ് ഈ കുട്ടി ഇത് പ്രസന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കുട്ടി വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് പറയുന്നു. 2 കുട്ടികൾ തമ്മിലൊരു 4 or 5 years ഡിഫറൻസ് ഉണ്ടാവും. രണ്ടാമത്തെ കുട്ടി വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് എന്റെ അടുത്ത് പറയാം, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഓക്കെ, ഇതൊക്കെ എന്റെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. ആ കുട്ടിക്കും അറിയാം, രണ്ടാമത്തെ കുട്ടിക്കും അറിയാം. പക്ഷെ രണ്ടാമത്തെ കുട്ടി അതൊക്കെ വേറെ ഭാവവ്യത്യാസം, അല്ലെങ്കിൽ അത് അവളുടെ മാനസികമായി മേ ബി സപ്രസ് ചെയ്തതായിരിക്കാം. പിന്നെ അച്ഛനോട് ചെറുപ്പം തൊട്ടേ വളരെ നല്ല രീതിയിലാണ് ഈ രണ്ടാമത്തെ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. ഇതുവരെയും കോൺഫ്ലിക്ട്സ് ഒന്നുമില്ല, അങ്ങനെയൊന്നും സംസാരിക്കാറും ഇല്ല. അപ്പൊ ഞാന് ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് ഡിസീസ് ആണെങ്കിലും
അല്ല അവരെ തോട്ട് പ്രോസസ്. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പോകണം. ഇവരുടെ സെക്ഷൽ ലൈഫിലും ഇത് കാരണം പ്രോബ്ലംസ് ഉണ്ടാവും. ഒരാൾക്കുണ്ട്, മറ്റേയാൾക്ക് ഇനി അത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇഗ്നേഷ്യം നാട്രമൂറാണ് പ്രെസ്ക്രിപ്ഷൻ കൊടുത്തത്. കുഴപ്പമില്ല, ഹെയർ ഫോള് റിവൈവ് ചെയ്ത് പോയി. പിന്നെ ഡാൻഡ്രഫിന് വന്നിട്ട് നമ്മളിപ്പോ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അതും കുഴപ്പമില്ല. നമ്മുടെ തന്നെ റോങ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതും വലിയ കുഴപ്പമില്ലാതെ അത് പോയി. അപ്പൊ ഇത് ആക്ച്വലി ഈ ബുക്ക് വായിക്കും, അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല്, ബുക്ക് വായിക്കുമ്പോ ഓരോ ബുക്ക് വായിക്കുമ്പോഴും ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല, നമ്മുടെ ഫ്രണ്ടിൽ അവർ അങ്ങനെ വന്ന് പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അപ്പൊ നമ്മള് ഞാനൊക്കെ എന്താ വെച്ചാല് ഇവര് പോയി കഴിയുമ്പോ ഓടി ഞാൻ ആ ബുക്ക് ഏതാന്ന് പരിധി നോക്കും. ചിലപ്പം പേര് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ അപ്പൊ ഏതെങ്കിലുമൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും മറിച്ച് നോക്കാറാണ് പതിവ്. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ലെറ്റ് ഡോഗ്സ് ബാർക്ക്. അതാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഈ ലെറ്റ് ഡോഗ് ബാർക്ക് എന്ന് പറഞ്ഞാല് അതിനകത്ത് വരണമെന്ന് പറഞ്ഞാല് സാറ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോ പുള്ളിക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. സ്വാഭാവികം കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ട്രഡീഷണലി എന്താണോ ഫോളോ ചെയ്യുന്നത്, അത് ഹോമിയോപ്പതിയിൽ മാത്രമല്ല, പൊതുവെ സൊസൈറ്റി അങ്ങനെയാണ്. ട്രഡീഷണലി നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു കാര്യം അങ്ങനെ മാത്രമേ ചെയ്യാവൂ, അങ്ങനെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ. അപ്പൊ എന്റെ സമക്കാരോ അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സോ ആയിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുവാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എന്താണോ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത്, ആരാണോ നിങ്ങളുടെ മുന്നിൽ വേദന വിഷമമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയാണ് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീൽ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ശരി. അല്ലാതെ ആ സാറ് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഈ മാഡം കൊടുക്കുന്ന പോലെ നമുക്ക് എല്ലാവരോടും അഭിപ്രായം ചോദിക്കാം, എല്ലാവരോടും സഹായം ചോദിക്കാം. നമ്മുടെ നോളജ് എത്രത്തോളം അവരുടെ ഒരു സപ്പോർട്ടിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണെങ്കിൽ പറയാൻ വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഈ ലെറ്റ്സ് ഡോഗ് ബാർക്ക് എന്നുള്ള ആ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ ക്ലിനിക് ഇടുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് ഹോമിയോപ്പതി ഡോക്ടേഴ്സിൽ തന്നെ ഞാൻ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായി ക്ലിനിക് ഇടുന്നത്. ഓക്കെ. അപ്പൊ അല്ലാതെ പ്രാക്ടീസ് ചെയ്തിരുന്നു, പക്ഷെ എന്റെ ഓൺ ക്ലിനിക് എന്ന് പറഞ്ഞാൽ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ഞാൻ ആ ക്ലിനിക് ഇടുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഒരു സപ്പോർട്ടും തരാതിരുന്നവരും ഉണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ആദ്യം സപ്പോർട്ട് തരാതിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായില്ല, ഉപദ്രവം ഉണ്ടായില്ല. പക്ഷെ ആദ്യം സപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഉണ്ടായിരിക്കുന്നവരെ കൊണ്ട് സത്യത്തിൽ എനിക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഉപദ്രവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് സി ദിസ് ഇസ് നോട്ട് ഹോമിയോപ്പതി. ഓക്കെ. ഞങ്ങൾ എന്താണോ ചെയ്യണത് അതാണ് ഹോമിയോപ്പതി, മറ്റത് ഹോമിയോപ്പതി അല്ല. ഓക്കെ. അത് അതങ്ങനെ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു MLA PA എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്, ഡോക്ടറെ എന്താണ് ക്ലാസിക്കൽ ഹോമിയോപ്പതിയും ഡോക്ടറിന്റെ ഹോമിയോപ്പതിയും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ. ഒരാൾ എന്നോട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, സിംഗിൾ റെമഡി കൊടുക്കുന്നതാണ് ക്ലാസിക്കൽ ഹോമിയോപ്പതി. ഓക്കെ. ഞാനിവിടെ അങ്ങനെ ഒരു സിംഗിൾ റെമഡി കൊടുക്കുന്നില്ല. ഇത് മൾട്ടിപ്പിൾ റെമഡിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പൊ വാങ്ങി കഴിക്കുന്നവർക്ക് അത് അറിയാലോ, അതാണ് ഡിഫറൻസ്. ഓക്കെ എന്ന് ഞാനിങ്ങനെ മൈൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്നോട് അതെനിക്ക് തുടക്കത്തിലൊരു ഈ ചാപ്റ്റർ അതെ വായിക്കുമ്പം അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ എനിക്ക് തോന്നിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അണ്ണാ അത് എന്ത് പറ്റി അങ്ങനെ ചോദിച്ചത്? അപ്പം എന്നോട് പറയാണ്, എന്റെ ടീച്ചർ, എന്റെ ഒരു റെനൗണ്ട് ആയിട്ടുള്ള ടീച്ചർ പറഞ്ഞതാണ്, അത് പുള്ളി ഇത് എന്താ പറയാ, ഇന്നാരെ ഭാര്യ നല്ല മിടുക്കിയാണല്ലേ. കാര്യം എന്ന് പറഞ്ഞാല് സാധാരണ ഹോമിയോപ്പതി കുറെ നാൾ എടുക്കുമല്ലോ, വലിച്ചു നീട്ടി കൊണ്ടുപോകുമല്ലോ. അവിടെ പോകുമ്പോന്ന് പറഞ്ഞാല് പെട്ടെന്ന് കുറയുന്നുണ്ട്. പിന്നെ എന്ത് അസുഖമാണെങ്കിലും ഒരു 3 മാസം 6 മാസം പറയുമായിരിക്കും. പിന്നെ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ അത് സർജറി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറണം. അത് കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ.
അപ്പം എനിക്ക് താഴെയുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാര്യം ഒരു സെന്റൻസ് എങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട് എന്നുള്ള സന്തോഷമാണ് നമുക്ക് തോന്നേണ്ടത്. അപ്പൊ അവിടെ അങ്ങനെയല്ല, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഹോമിയോപ്പതി. ഇതാണ് ഹോമിയോപ്പതി. അതൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ വായിക്കുക. അത് വായിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അലിഞ്ഞു പോകും. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്ക് 100% സന്തോഷമേ ഉള്ളൂ. എന്റെ ടീച്ചറിനോട് ഞാൻ ഇപ്പോഴും വീണ്ടും സംസാരിക്കും. എനിക്ക് സ്നേഹമാണ്, ഞാൻ ഡൗട്ടും ചോദിക്കും. ഓക്കെ, ബിക്കോസ് പുള്ളിയുടെ അത്രയും അറിവ് എന്തായാലും എനിക്കില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് രോഹിത് ബായ് എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ ഹോമിയോപ്പതിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് വന്നിട്ട് ആ സീനിയർ ആയിട്ടുള്ള ടീച്ചർ നമ്മുടെ സാറിനോട് പേഷ്യന്റിനെ വിടുകയും റെഫറൻസ് എടുക്കുകയും, അതായത് ഒരു ജൂനിയർ ഡോക്ടറിനോട് അന്നത്തെ കാലത്ത് ഒരു സീനിയർ ഡോക്ടർ റെഫറൻസ് വിടുകയും അല്ലെങ്കിൽ അടുത്ത് വന്നിരിക്കുകയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ പിന്നെ പറയുന്നത്. നെഗറ്റീവ് അല്ല, ഈ ചാപ്റ്റർ ആക്ച്വലി പോസിറ്റീവ് ആണ് പിന്നെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അതിലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് രോഹിത് ബായ് എന്ന് പറയുന്ന സീനിയർ ഡോക്ടർ എന്റെ അടുക്കിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയൻസ് എടുക്കാറുണ്ട്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലൈൻ അതിൽ നറേറ്റ് ചെയ്തിട്ടുണ്ട്. സാറ് ആ സീനിയർ ഡോക്ടറെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാല് ആ സീനിയർ ഡോക്ടറിന്റെ പേഷ്യൻസ് ഉണ്ടല്ലോ, ആ പേഷ്യൻസിന് അദ്ദേഹം ആരാണ് എന്ന് പറയുന്നുണ്ട്. ഹി വാസ് ദെയർ ഡോക്ടർ, അഡ്വൈസർ, മീഡിയേറ്റർ, ഗൈഡ്, sympathizer and friend. Okay. And his word was gospel. ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതില് സന്തോഷമാണ് തോന്നേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതായത് അവർക്ക് ആ ഹോമിയോപ്പതി എന്ന് പറയുന്നത് അവരുടെ ഡോക്ടർ മാത്രമല്ല, അവരുടെ അഡ്വൈസർ ആണ്, അവരുടെ മീഡിയേറ്റർ ആണ്, അവരുടെ ഗൈഡാണ്, അവരുടെ സിമ്പത്തൈസർ ആണ്, അവരുടെ ഫ്രണ്ട് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ വാക്ക് അവർക്ക് അവസാന വാക്കുമാണ്. അങ്ങനെ ഒരു ഡോക്ടർ ആവാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ പുണ്യം തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു 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 എന്താ നമ്മൾ പറയില്ലേ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നൊക്കെ പറയില്ലേ, അതൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കട്ടെ. ഇനി ഫിസീഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്വയം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ആക്ച്വലി നമ്മൾ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? കുറച്ച് പിന്നെ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി അതിൽ മെഡിക്കൽ ഓഫീസർ ആവുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് ലെക്ചർ ആവുന്നു. പിന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ എന്താ പറയാ, മണി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്, ഒരുപാട് പേഷ്യൻസിനെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, കുറച്ച് പേഷ്യന്റിൽ നോക്കിയാൽ മതി പക്ഷെ അത് നന്നായി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പേഷ്യന്റിന് 5 മിനിറ്റ് പോലും കൊടുക്കാത്തവരുണ്ട്, ഒരു പേഷ്യന്റിന് 1.5 മണിക്കൂറും കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരാഴ്ചത്തെ മരുന്നിന് 50 രൂപ വാങ്ങുന്ന ആൾക്കാരുണ്ട്, 5000 രൂപ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ അതിന് മേലെ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട്. പലതരത്തിലുള്ള സിമ്പത്തറ്റിക് ആയിട്ടിരിക്കുന്ന ഫിസീഷ്യൻ ഉണ്ട്, എംപത്തറ്റിക് ആയിട്ടിരിക്കുന്ന ഫിസീഷ്യൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഇത് കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്, നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് മാത്രമല്ല, ഈ ബുക്കിലും അത് പറയുന്നുണ്ട്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാല് ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു ഫിസീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈഗോ ഇല്ല, നമ്മുടെ മനസ്സിൽ നന്മയും സന്തോഷവും അതായത് സമ്പത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്താ പറയാ കാണാൻ എങ്ങനെയാന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ക്ലിനിക്കിന് സെറ്റപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലോ അങ്ങനെ ഒന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയാൽ മാത്രമേ നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സ്പിരിച്വലി നമ്മൾ ഈ ബുക്കിനകത്ത് സയന്റിഫിസിറ്റി മാത്രമല്ല കേട്ടോ, കുറച്ച് സ്പിരിച്വാലിറ്റിയും ഫിലോസഫി ഒക്കെ വരുന്നുണ്ട്. മേ ബി അതിന്റെ ഒരു പാർട്ടായിട്ട് പറഞ്ഞതായിരിക്കാം. The real secret in the care of the patient is caring for the patient. Care of the patient is equal to caring for the patient എന്ന് നമ്മൾ പറയല്ലോ, ഡെമോക്രസിയുടെ ഡെഫിനിഷൻ പറയുന്ന പോലാണ്. പിന്നെ ഇവിടെ പിന്നെ ഉള്ളത് സമ്മറിയിൽ, അതായത് ലെറ്റ്സ് ടോക്ക് ബാർക്ക് എന്നുള്ള ചാപ്റ്ററിന്റെ സമ്മറിയിൽ പറയണമെന്ന് പറഞ്ഞാൽ, homeopathic remedies are drawn from mineral, plant and animal sources
and embody the spirit of their souls. Through my practice, I have found that people who did well on remedies from the mineral kingdom had issues with lacking or loss in structure. People who need remedies from plant kingdom had issues of sensitivity and reactivity due to a change in circumstances, and people who did well on animal remedies had issues of competition and survival as their core experience of life. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ബെലഡോണയുടെ കാര്യം പറഞ്ഞു. പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. ആക്ച്വലി പ്ലാൻ കിങ്ഡം പോലെയുള്ള മനുഷ്യരെ നമുക്ക് കൂട്ടായി കിട്ടുന്നത് വലിയ അനുഗ്രഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും അവിടെ തട്ടി നിൽക്കില്ല. പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കൊണ്ട് അവർക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് അത് പ്രകടിപ്പിക്കും, എന്നിട്ട് അത് അപ്പൊ തന്നെ പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടേ അവര് വിചാരിക്കില്ല. അത് പ്ലാൻ കിങ്ഡം. പിന്നെ അവരുടെ ആ ഒരു പ്ലാന്റിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് അത് അങ്ങനെ തന്നെ ഇവരിലും ഉണ്ടായിരിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ നമുക്ക് പൾസാറ്റില എടുക്കാം. പൾസാറ്റില എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആണ്, നമുക്കറിയാലോ. അത് ആ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്നുള്ളതല്ലാതെ ഒരു ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം അവർക്കില്ല. പിന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ റെമഡീസ് എടുക്കാറുണ്ടല്ലോ. ക്ലൈമറ്റ് വേരിയേഷൻസ്, എന്ത് തരത്തിലുള്ള ക്ലൈമറ്റ് വേരിയേഷൻസ് ആണെങ്കിലും എക്സ്റ്റേണൽ ഇംപ്രഷൻസിൽ വരുന്ന മാറ്റങ്ങളാണെങ്കിലും ഒക്കെ എടുക്കാറുണ്ടല്ലോ. ആ കാറ്റഗറി എല്ലാം വരുന്നത് പ്ലാൻ കിങ്ഡത്തിലാണ്. ഇപ്പൊ നമ്മൾ മഴ വന്നാൽ കംപ്ലൈൻസ് ഒക്കെ കൂടും, അപ്പൊ റെസ്റ്റ് ഹൗസ് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പം നമ്മൾ ഇത് അതുപോലെ തന്നെ ഇപ്പം ഇപ്പൊ പൾസാറ്റിലൊക്കെ കൈ കരയുന്ന കാര്യം മാത്രമല്ല, അവരുടെ ഹെയർ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വളരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏത് ആസ്പെക്റ്റിൽ നമ്മൾ അവരെ എടുത്താലും നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് അറേഞ്ച്മെന്റിൽ തന്നെ നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പ്ലാന്റിന്റെ മൊബിലിറ്റി വന്നിട്ട് എത്രത്തോളം എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവരും വന്നിട്ട് ഭയങ്കര ചേഞ്ചബിളും ഡെലിക്കേറ്റും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാഫിസ് ആഗ്രി ഇഗ്നേഷ്യ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാൽ പോലും അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാവും. അപ്പൊ ഇപ്പം ഇഗ്നേഷ്യയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞ പോലെയാണ്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അത് പക്ഷെ നാട്രമൂറിന്റെ കേസിലാണെങ്കിൽ നാട്രമൂർ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും പുറം ലോകത്തിനെ നാട്രമൂർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ ആം ബ്രേവ്, ഐ ആം ഓക്കെ. അങ്ങനെ കാണിക്കാനാണ് അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഇഗ്നേഷ്യനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കാണിക്കാനാണ് അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ നമുക്ക് മനസ്സിലാവുന്നത്, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ഇഗ്നേഷ്യ ആണെങ്കിലും നാട്രമൂർ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാഫിസ് ആഗ്രി ആണെങ്കിലും ഏതൊരു റെമഡി ആണെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ഫീലിങ്സും എല്ലാ ഇമോഷൻസിലും ഇവര് ആക്ച്വലി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഹോമിയോപ്പതിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഈ ബുക്കിനകത്ത് വന്നിട്ട് ഒരു പേഴ്സണാലിറ്റി പ്രൊഫൈൽസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് അതിനകത്ത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഓരോ ആൾക്കാരെയും ഡിഫറെന്റ് കാറ്റഗറീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചാപ്റ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത്. ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഹോമിയോപ്പതി. ആ ന്യൂ ഡെവലപ്മെന്റ്സ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളിന്റെ ഒരു എക്സ്പീരിയൻസ്, പുതിയ പാറ്റേൺസ് ആണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അതർ സോങ് പ്ലേയിങ് വിത്തിൻ യു, അതായത് നമ്മൾ പുറമേ കാണിക്കുന്ന നമ്മളല്ലാത്ത ഒരു സോങ്, അതാണ് ദി അതർ സോങ് എന്ന് പറയാം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ പാട്ട് എന്ന് പറയാം. ദർ ഇസ് എ ഹ്യൂമൻ സോങ്, യു ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഇൻഡിവിജ്വൽ ആൻഡ് ആസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. Then inside you there is an animal song, a mineral song or a plant song. സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഈ 3 പാട്ടുകൾ ജീവിതത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ നമ്മളിപ്പം പ്ലാൻ കിങ്ഡം പറഞ്ഞ പോലെ തന്നെ അനിമൽ കിങ്ഡം നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അനിമൽസിനൊന്ന് ആലോചിക്കുക. അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ സർവൈവലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അവർക്ക് അവരുടെ ആഹാരം, പിന്നെ അതുപോലെ അവരുടെ പ്രത്യുൽപാദനം. ഇത് മൂന്നുമാണ് അവരുടെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. ഇത് മൂന്നുമാണ് കാര്യം. ഇപ്പൊ നമ്മളൊരു സിംഹത്തിനെയോ പുലിയോ ഒക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് വേട്ടയാടണം. ഈ പറഞ്ഞ മാതിരി അവരുടെ ആ ഒരു സെക്ഷൽ സ്ഫിയർ, അത് വൈൽഡ് ആയിട്ടാണെങ്കിലും നോർമൽ ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും അത് ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് പുതിയ തലമുറ വേണം. പിന്നെ സെൽഫ് പ്രൊട്ടക്ഷൻ, അവരെപ്പോഴും ആ ഒരു സെൽഫ് പ്രൊട്ടക്ഷന്റെ പിന്നാലെയുള്ള
ഓട്ടത്തിലായിരിക്കും. അപ്പൊ ഇതിനകത്ത് അത് ആക്ച്വലി അത് ഇപ്പം നമ്മളൊരു മനുഷ്യന്റെ ഇതിലേക്ക് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ലാക്ടസിസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. കാര്യം അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇപ്പം നമ്മൾ അനിമൽസിന്റെ ക്യാരക്ടറിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് താൻ എന്താണോ അതിനെ കുറച്ചും കൂടെ ഒന്ന് ബോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കുറച്ചും കൂടെ ഒന്ന് നിറം പിടിപ്പിക്കുക. അപ്പൊ അങ്ങനെ നിറം പിടിപ്പിച്ച് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള ഒരു ക്രിയേഷൻ ഉണ്ടാക്കുക. അങ്ങനെ ആ ക്രിയേഷൻ ഉണ്ടാക്കി ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർ ആ ഒരു ഇത് നമ്മൾ പല അനിമൽസിന്റെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ കോമ്പറ്റീഷനും ഇപ്പൊ നമ്മൾ പറയല്ലേ ഡാർവിൻ തിയറി പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മളും എന്തിന്റെയൊക്കെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്, എന്തൊക്കെയോ ഒക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ആരെയൊക്കെ ചവിട്ടി മെതിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല, ആർക്കൊക്കെ നോവുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല. പിന്നെ എന്തും നേടണം എന്നുള്ളതാണ്, ആഗ്രഹിച്ചത് എന്തും നേടണം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇവരെയാണ് നമ്മൾ അനിമൽ ഗ്രൂപ്പിലേക്ക് വരിക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലാക്ടസിസ്, ടാരന്റുല, എക്സിസ് ഒക്കെ നമുക്ക് അതിലേക്ക് എടുക്കാം. ഇപ്പൊ ഒരു ഫൈറ്റേഴ്സ് ആണ്. ഇപ്പം ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ എല്ലാവരോടും എന്തിനും ഏതിനും ഫൈറ്റ് ചെയ്യുന്ന ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് സുപ്രീം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇനിയിപ്പോ ആര് പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു ഫീലിൽ പോകുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് വന്നിട്ട് ഈ ബാറ്റിൽസും ഫൈറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ആ കാറ്റഗറിയിലാണ് വരിക. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരെപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അവർ വന്നിട്ട് തോൽക്കാൻ തയ്യാറേ ഇല്ല. അത് അവരുടെ ഒരു ഇതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലാക്ടസിസ് പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്ന് വെക്കണം. ആ ലാക്ടസിസ് പേഷ്യന്റിന് എന്ത് അസുഖം ആയിക്കോട്ടെ, പക്ഷെ അവര് വരുമ്പോ അവരെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവര് അതായത് നമുക്ക് നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. പക്ഷെ ലാക്ടസിസ് വരുമ്പോ അവരൊരിക്കലും നമ്മളെ അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് തരില്ല. ഓക്കെ, അവര് നമ്മളെ ഒരു എപ്പോഴും നമ്മളിനി എന്തൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും നമ്മളൊരു സംശയ ദൃഷ്ടിയോടുകൂടി മാത്രം നോക്കുന്ന ആൾക്കാരായിരിക്കും. അവര് നമ്മളിങ്ങനെ നോക്കുമ്പോ തന്നെ നമുക്ക് തന്നെ അത് മനസ്സിലാവും, അവര് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറച്ചു നേരമൊക്കെ നോക്കും. പിന്നെ നമുക്കറിയാം എന്തെവിടെ പറയണം എങ്ങനെ പറയണം എന്നുള്ളതല്ല, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്ന കൂട്ടത്തിൽ ആ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതായത് ഞാനത് ചെയ്തു, ഞാൻ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് പോവുക എന്നുള്ളത്. പിന്നെ വരുന്നത് മിനറൽ കിങ്ഡം. മിനറൽ കിങ്ഡത്തിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തത് നാട്രമൂറിന്റെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ കുറ്റിക്കാട്ടിൽ അച്ഛനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഭർത്താക്കന്മാര് പറയുന്ന കാര്യങ്ങള്, അതായത് മറക്കും പക്ഷെ ക്ഷമിക്കൂല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ പിന്നെ അതൊരു കഥയാണ്. എന്തോ വേറൊരാരെ ഒരു ലേഡീന്റെ മുഖത്തെന്തോ ചെറിയ മീശയൊക്കെ ഉണ്ടായിരുന്നു, ഈ പുള്ളി അത് നോട്ട് ചെയ്തെന്ന് അങ്ങനെ എങ്ങാണ്ടാണ് ആ കഥ. അതായത് ഈ നാട്രമൂരുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കും. അത് 30 കൊല്ലം മുമ്പുള്ള കാര്യമാണെങ്കിലും 40 കൊല്ലം മുമ്പുള്ള കാര്യമാണെങ്കിലും അതായത് ഇപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ അവർക്ക് ആയി കാണും. പക്ഷെ എന്നാലും അവർ പറയും എന്നെ അന്ന് കെട്ടിക്കൊണ്ട് വരുമ്പോ ഇങ്ങേരെ അമ്മയും കൂടെ എന്റെ അടുത്ത് ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതിരിക്കുന്നതാണ് ഡോക്ടറെ നല്ലത്. ഞാനതൊക്കെ മറന്നുപോയി എന്നാണ് വിചാരം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തന്നെ നമ്മൾ തന്നെ വിചാരിക്കും 40 കൊല്ലമായി ഈ പറയുന്ന അമ്മായിയമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കറണ്ട് ലൈഫിൽ അവർക്ക് പ്രോബ്ലംസേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടോ മരുമക്കളെ കൊണ്ടോ കൊച്ചുമക്കളെ കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അതൊന്നുമല്ല, ഈ പഴയ കാര്യം അത് ഇങ്ങനെ ഇട്ടിങ്ങനെ തിളപ്പിച്ചിരിക്കാൻ ഇവർക്ക് ഭയങ്കരമായൊരു താല്പര്യമാണ്. പിന്നെ പൊതുവേ ഭർത്താക്കന്മാര് പറയുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഒരുവിധം ഒന്ന് ശരിയായിരിക്കുമ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്ന് വഴക്കും വെക്കാനൊക്കെ ആവുമല്ലോ, അന്നത്തെ കാര്യം അതായത് 1947 കാര്യം മുതൽ ഇവള് പറയും. ഓക്കെ, നാട്ടമ്മ. അപ്പൊ നമ്മൾ പ്രൈമറി ആയിട്ട് നമുക്ക് നാട്ടം, അതായത് നമ്മൾ അച്ചാറിട്ട് വെക്കൂലേ, നമ്മൾ അച്ചാറിട്ട് വെക്കുമ്പോ അത് പഴകൂലല്ലോ. സോ നമ്മൾ ആ ഉപ്പുവെള്ളത്തിലല്ലേ ഇത് വെച്ച് വെക്കുന്ന.
പ്രിസർവ് ചെയ്ത് വെച്ചേക്കുമല്ലേ. അത് അത്ര തന്നെ ഉള്ളൂ. ഇവരും ഇവരെ ഓർമ്മയും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത്. പിന്നെ നമ്മൾ പൊതുവെ ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലിനിക്കിൽ വരുന്ന കേസസിൽ എന്ത് അസുഖമായിട്ട് വന്നാലും ഒരു 97% അല്ല 99% നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് പ്രോപ്പർ ആയിരിക്കില്ല. ഈ റിലേഷൻഷിപ്പ് ജനറലി വരുന്നതല്ല, പർട്ടിക്കുലർലി വരുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ മിനറൽ കിങ്ഡത്തിലാണ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മിനറൽ കിങ്ഡത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടായിരിക്കും. രാവിലെ എണീക്കുന്നതാണെങ്കിലും ബ്രഷ് ചെയ്യുന്നതാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെങ്കിലും അതായത് ആ ഒരു സ്ട്രക്ചറൽ ഇത് അവര് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ ആ ഒരു പ്രത്യേകത, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയ്ക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് തന്നെ അവരത് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മള് അടുത്ത ചാപ്റ്റർ വരുന്നതെന്ന് വെച്ചാല് ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഹോമിയോപ്പതി ആണ് നമ്മളിപ്പോ പറയുന്നത്. പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കോർഡിനേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 3 days ബാക്ക് ഇവിടെ ഒരു 24 years ആയിട്ടുള്ള ഒരു ലേഡി വന്നിരുന്നു. 24 years ആയിട്ട് ഞാൻ ലേഡി എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് 138.5 kg വെയിറ്റ്. ഓക്കെ, അവരുടെ വെയിറ്റ് ആണ് ഞാൻ പറയുന്നത്. 138.5 kg വെയിറ്റ് ഉണ്ട്. വന്നിട്ട് വൈഫിന് വന്നിട്ട് ഹസ്ബൻഡ് 24 years, ഹസ്ബൻഡ് വന്നിട്ട് 40 years ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു 5 to 6 years ആയി കാണും മാരേജ് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ വെയിറ്റ് ലോസ് ഒരു 4 years ബാക്ക് വന്നിട്ട് ഹെർബാ ലൈഫ്, ന്യൂട്രി ലൈഫ് എന്താണെന്നറിയില്ല, അതിലേതോ ഒരെണ്ണത്തിൽ വെയിറ്റ് റിഡക്ഷൻ ഇവർ ഫീമെയിൽ ട്രൈ ചെയ്തിരുന്നു. ദാറ്റ് ടൈം, അതായത് ആ വെയിറ്റ് റിഡക്ഷൻ ട്രൈ ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് ഉണ്ടായിരുന്ന വെയിറ്റ് 98 ആണ്. ഈ വെയിറ്റ് റിഡക്ഷൻ ട്രൈ ചെയ്ത് കുറച്ച് വെയിറ്റ് എങ്ങാണ്ട് കുറഞ്ഞു. ആ പ്രോഡക്റ്റ് കോസ്റ്റ്ലി ആയത് കാരണം അവർ ആ പ്രോഡക്റ്റ് എടുക്കുന്നത് നിർത്തി. ആ നിർത്തിയതിന് ശേഷം ഇപ്പൊ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്കുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ 138.5 kg വെയിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ കോർഡിനേഷന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ 138 kg വെയിറ്റ് ഉണ്ട്. അപ്പോ ബ്രദർ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത് വന്നാൽ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒന്ന് കാണാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ വരുന്ന കേസസിൽ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒന്നിരിക്കണേ, എനിക്ക് ഒരു കാര്യമുണ്ട് ഒന്നിരിക്കണേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മെഡിസിൻ എടുക്കാൻ, അവർക്കല്ല മറ്റാർക്കെങ്കിലും മെഡിസിൻ എടുക്കാനുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർപ്പസ് ഒക്കെ എനിക്ക് കാണും, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറയും. ഞാൻ നേരെ ഫാർമസി പോകും. ഫാർമസി പോകുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന എനിക്ക് അവിടെ കേൾക്കാൻ പറ്റും. അപ്പൊ ഇവര് എനിക്ക് കേൾക്കാൻ നിന്നാല് പുള്ളിക്കാരത്തേക്ക് അനങ്ങാൻ പോലും വയ്യ. ഓക്കെ, അതായത് ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ നടക്കണം, നീ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രാവർത്താൻ പറയുന്നുണ്ട്. അപ്പൊ അവര് പാവമാണ്, പക്ഷെ അവരുടെ ആ ഒരു ഫിസിക്കൽ ഇതുകൊണ്ട് അവർ ആ ഫിസിക്കൽ ഇനാക്ടിവിറ്റിയിൽ നല്ല സുഖമായിട്ടിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര ക്ഷീണവും അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറയണം അയ്യോ എനിക്ക് അങ്ങനെ പറ്റൂല, എനിക്ക് അത് പറ്റൂല എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഇവര് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വാങ്ങുന്ന ബേക്കറി പ്രോഡക്റ്റിനെ പറ്റിയാണ് അടുത്ത ചർച്ച. അപ്പൊ ഞാൻ തിരിച്ചു വന്നു, എനിക്ക് ആവശ്യമുള്ള കിട്ടിയല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു ആര് പറഞ്ഞിട്ടാ വന്നത്? അപ്പൊ ഇന്ന ആള് പറഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? അത് ഇവിടെ വന്ന് മരുന്ന് കുടിച്ചാൽ അത് ശരിയാവും, വേറെ പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് വേണം. ഓക്കെ, വേറെ പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് അവരുടെ സെക്ഷൽ ലൈഫും പ്രോപ്പർ അല്ല. അപ്പൊ ഇവിടെ അവര് വീടിനടുത്തുള്ള ഒരാളിവിടെ വന്നു. അപ്പൊ ഇപ്പൊ ആ കുഞ്ഞിന് 6 മാസം പ്രായമായി. അപ്പൊ അതാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത്. ഞാൻ ഈ കോർഡിനേഷൻ ഈസ് ദ കീ എന്ന് പറഞ്ഞ പോലെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പോണം. ഓക്കെ, പോയിട്ട് ഒരു മാസം കറക്റ്റ് ആയിട്ട് ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും പിന്നെ ഷുഗർ കട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. ഓക്കെ, അതിന് നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം. അപ്പൊ ഞാൻ മരുന്ന് തരാം, സന്തോഷത്തോടു കൂടി മരുന്ന് തരാം. അല്ലാതെ ഹോമിയോ മരുന്ന് കൊടുത്തെന്ന് വെച്ചിട്ടോ ആയുർവേദ മരുന്ന് കൊടുത്തെന്ന് വെച്ചോ മോഡേൺ മെഡിസിന്റെ മരുന്ന് കൊടുത്തെന്ന് വെച്ചിട്ടോ ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഈ 138.5 kg കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറയുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മളൊരു ഐഡിയൽ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മാസം കൂടിപ്പോയാൽ ഒരു 4 kg അറ്റ് ദ മാക്സിമം.
അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ 3 to 4 kgs. അല്ലെ ഇനിയിപ്പോ ഒന്നും ഒരു ട്രീറ്റ്മെന്റ് എടുത്തില്ല എങ്കിൽ പോലും ഒരു ഐഡിയൽ വെയിറ്റ് റിഡക്ഷൻ എന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത് ഒരു 1 to 1.5 kg എന്നാണ്. അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാള് വിത്തൗട്ട് എനി ബോഡി മൂവ്മെന്റ് അല്ലെങ്കിൽ ആദ്യം പറയുന്നുണ്ട് മധുരം തന്നെ തരണം. ഓക്കെ, മധുരം ഇല്ലാത്ത മരുന്ന് പറ്റില്ല, അതാണ് ഭൂമിയിലേക്ക് വന്നത്. ഓക്കെ, അത്രയും മധുരം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് സിന വായിക്കുമ്പോൾ നമ്മൾ സിനയിലകത്ത് ഇങ്ങനെ മധുരത്തിന്റെ അടുത്തുള്ള ഒരു ആസക്തി അതിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ ഏതൊരു ബുക്ക് വായിക്കുമ്പോൾ അതായത് ഭയങ്കരമായൊരു ഷുഗർ ക്രേവിംഗ് ഉള്ള ഒരാളെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തൂജ സിഎം ഒരു ഡോസ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് ഓർക്കണില്ല, തൂജ സിഎം ഒരു ഡോസ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവർക്ക് ട്രീറ്റ്മെന്റ് വെച്ചാൽ ഒരു ഡോസും ഞാൻ ജസ്റ്റ് അത് എന്താ സ്റ്റാറ്റ് പോലെ ഒരു ഡോസ് ഒഴിച്ചു വിട്ടു, അത്ര തന്നെ. വേറെ അങ്ങനെ ട്രീറ്റ്മെന്റ് മെഡിസിൻസ് അങ്ങനെയൊന്നുമില്ല. നോക്കാം, ഒരു മാസം കഴിഞ്ഞ് അവർക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ തിരിച്ചു വരും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഹോമിയോപ്പതിയിൽ 7 ലെവലുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നെയിം, രണ്ടാമത്തെ ലെവൽ ഫാക്ട്, മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ഓർ ഫീലിംഗ്, നാലാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഡെലൂഷൻസ് ഓർ ഇമാജിനേഷൻ, അഞ്ചാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ സെൻസേഷൻ ഓർ എക്സ്പീരിയൻസ്, ആറാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ എനർജി, ഏഴാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ വിറ്റ്നസ്. ഈ ലെവൽസ് പിന്നെ ഓരോരോ ചാപ്റ്ററിലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു റെമഡിയാണ് ഫാഗസ് സിൽവാറ്റിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു റെമഡി ഉണ്ട്. ഫാഗസ് സിൽവാറ്റിക്ക എന്ന് പറഞ്ഞ ആ ഒരു റെമഡി പറ്റി പറയണമെന്ന് പറഞ്ഞാല് എന്ന് വെച്ചാല് ഇതിനകത്ത് നമ്മൾ ഇത് വായിക്കുമ്പം ഒരു ആസ് ഇഫ് യു ആർ എ bubble that goes up in the air, I felt free and happy in that situation. അതായത് ആ പേഷ്യന്റ് പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരു ബബിള് പോലെ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഈ കംപ്ലൈന്റ് പറഞ്ഞ അതേ പേഷ്യന്റ് തന്നെ അതിനു മുമ്പ് പറയണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്തോ ക്ലൗഡ് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, ഒന്നും ശരിക്കും അങ്ങ് കാണാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ട്, ഇങ്ങനെ എനിക്ക് എന്തോ ഒരു ബ്ലാക്ക് അങ്ങനെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായത് രണ്ട് ഓപ്പോസിറ്റ് സെക്ടറിൽ ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. അതായത് ത്രൂ ദിസ് യെസ്റ്റർ ഷി വാസ് എക്സ്പ്രസിംഗ് ഹെർ ഇന്നർ സെൻസേഷൻ ഓഫ് ഹെവിനെസ് ആൻഡ് പ്രഷർ. These sensations are typical of a particular plant of Hamamelidae group. ഓക്കെ, അതിനകത്താണ് ഫാഗസ് സിൽവാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ പറയുന്നത്. ഇതിൽ അത് മാത്രമല്ല, കുറച്ച് ഇതുപോലെയുള്ള റെമഡീസ്, പൊതുവെ ഉപയോഗിക്കാത്ത റെമഡീസും അത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റർ വന്നിട്ട് ദി ഹോമിയോപ്പതിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. അതായത് when a patient approaches a homeopath first observes how the person enters, how he walks, how he talks. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ ചൈൽഡ്ഹുഡ് മുതലുള്ള കാര്യങ്ങൾ എടുക്കുക. ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം നമുക്ക് പലതരത്തിലുള്ള പേഷ്യൻസിനെ നമുക്ക് കിട്ടുമല്ലോ. ചില പേഷ്യൻസ് ഒക്കെ അപ്പം ആദ്യത്തെ ദിവസം വരുമ്പോൾ തന്നെ നമ്മൾ മിക്കവാറും കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരിക്കും. ചില പേഷ്യൻസ് വന്നിട്ട് അപ്പൊ പറയില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞേ പറയുള്ളൂ. ചില ആൾക്കാർ വന്നിട്ട് കുറെ വിസിറ്റ് ആകുമ്പോഴും പറയുള്ളൂ. അങ്ങനെ ഉണ്ട്. എനിക്ക് ഒരു അമ്മയുടെ കേസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ അമ്മ ആദ്യം വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര റഫായിട്ടുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും സംസാരിക്കാത്ത, പൈസക്ക് ഭയങ്കര പിശുക്കുള്ള അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണോ അസുഖം അതിന് അവർക്കൊന്നും വന്ന് ഫാറ്റി ലിവറും ഹൈപ്പർ കൊളസ്ട്രീമിയ ആയിരുന്നു. അപ്പൊ അതിനുള്ള അന്നേരം അത് എലിവേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. അത് താഴാനുള്ള ഫിംഗേഴ്സും ബാക്കി കാര്യങ്ങളുമാണ് നമ്മൾ അന്ന് കൊടുത്തു വിട്ടത്. എന്നിട്ട് അത് കഴിഞ്ഞ് അമ്മ വീണ്ടും വരുന്നു. മൂന്നാമത്തെ തവണ വരുമ്പോ തൊട്ട് അമ്മയ്ക്ക് പെൺകുട്ടികളില്ല. അപ്പം എന്നെ അവർക്കൊരു മോളെ പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ആ അമ്മ ഇങ്ങനെ അവരുടെ വീട്ടിലെ ഇൻസെക്യൂരിറ്റീസ് പറയുമ്പോൾ ഞാൻ കയ്യിലൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഞാനില്ലേ എന്ന് ചോദിച്ചു. ഞാനത് ആക്ച്വലി ഞാൻ ഡോക്ടറായിട്ട് ചോദിച്ചില്ല, ആ അമ്മേനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ അവരൊരു ഫൈറ്ററാണ് ലൈഫിലെ കഥ കേൾക്കുമ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ അമ്മയ്ക്ക് ഞാനില്ലേന്ന് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ആ അമ്മ ഞാൻ ആ കൈ ഇങ്ങനെ ഇറുക്കി ഇങ്ങനെ പിടിച്ചപ്പോ അമ്മ പറഞ്ഞെന്ന് പറയുന്നു, മോളെ കൈവിടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതെന്തോ ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്തു. മോളെ കൈവിടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൈ മാറ്റി.
കൈമാറ്റിയപ്പോ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ പണ്ട് എന്റെ കൊച്ചിച്ചൻ ഇതുപോലെ എന്റെ കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവർക്ക് വീട്ടിൽ നിവർത്തിയില്ലാത്തതുകൊണ്ട് പല പല വീടുകളിൽ നിന്നാണ് ഈ അമ്മ വളർന്നത്. അപ്പൊ ഇവരുടെ കൊച്ചിച്ചൻ വന്നിട്ട് ഈ അമ്മേനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ അവർക്ക് 60 എങ്ങാണ്ടാണ്. അവർ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് മാത്രമാണ് അന്ന് അവരാ പറഞ്ഞത്. പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല അമ്മ. എന്നിട്ട് എന്നിട്ട് അമ്മ പറഞ്ഞു അതിനുശേഷം കല്യാണം കഴിഞ്ഞു. അവർക്കും ഈ പറഞ്ഞ പഴയ തലമുറയില്ല, അവർക്കും 3-4 കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്ട് അത് ഓർമ്മയില്ല. അപ്പൊ ഇപ്പൊ വരാറില്ല. ഒരു 2 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഇതുണ്ട്. എന്നിട്ട് ഈ ഹസ്ബൻഡ് വന്നപ്പോഴും പുള്ളിയും സ്നേഹിച്ചിട്ടില്ല. ആദ്യത്തെ കുട്ടി പുള്ളിയുടേതല്ല, അതായത് പ്രിമച്വർ ബേബിയാണ്. അപ്പൊ പഴയ കാലത്തെ പ്രിമച്വർ ബേബിയൊക്കെ ആയ കുറെ പേര് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നു. ഓക്കെ, അല്ല, അവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് അമ്മ പറഞ്ഞതാണ്. ബാക്കിയുള്ളവർ പറഞ്ഞ ആ ഒരു രീതിയാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു അമ്മയാണ്. എന്നിട്ട് ആ അമ്മയ്ക്ക് ഞാൻ അന്ന് അതുവരെ ആ അമ്മയ്ക്ക് പിന്നെ ഞാൻ വേറെ ഒരു മരുന്നും കൊടുത്തില്ല. ഞാൻ സാഗ്രിയ വന്നിട്ട് വണ്ണം വന്നിട്ട് 4 ഡോസായിട്ട് എടുത്തു. എന്നിട്ട് ആ 4 ഡോസ് ഞാൻ വീക്കിലി വൺസ് വെച്ച് കൊടുത്തു. ഒരാഴ്ചയിൽ 1 ദിവസം കഴിക്കുക. ഓക്കെ, എന്നിട്ട് 3 മാസം ഞാൻ പറഞ്ഞു അമ്മ ഇനി ഇടയ്ക്ക് വരണമെന്നില്ല, എന്നെ കാണാൻ വേണ്ടി വന്നാൽ മതി, പിന്നെ 3 മാസം കഴിഞ്ഞ് വരാം. 3 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ 10 ഒരു ഡോസ് കൊടുത്തു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ അമ്മ വീണ്ടും വന്നു. ഈ അമ്മ വീണ്ടും വന്നത് അസുഖമായിട്ടൊന്നും വന്നില്ല. അമ്മേനെ ഒരാളും ഇങ്ങനെ ഉപദ്രവിച്ചു. ഫിസിക്കലി ഉപദ്രവം, മറ്റേ ഉപദ്രവമല്ല, നമ്മൾ ദേഹോപദ്രവം എന്ന് പറയുമല്ലോ. അപ്പൊ അത് അമ്മ നാട് വിട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അമ്മ സുഖമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. താങ്ക്സ് ടു സാഗ്ര. അപ്പൊ നമ്മള് ഇതിനകത്ത് നമ്മള് അതായത് നമ്മളുടെ ഫ്രണ്ടിൽ വരുന്ന ഓരോ മനുഷ്യരും നമ്മൾ ഏറ്റവും പ്രൈമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവര് മെഷീൻസ് അല്ല. നമ്മള് വർക്ക്ഷോപ്പിൽ ഇതിങ്ങനെ ശരിയാക്കി കൊടുക്കണ പോലെ അവര് മെഷീൻസ് അല്ല. പിന്നെ നമ്മള് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത് അത് ഞാൻ വീണ്ടും പറയുവാണ്, ഈ ബുക്ക് നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്നത്, അല്ല, ഇതിൽ തൂജയെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സമയം ഇതായതുകൊണ്ട് ഞാൻ പറയും. ഇതിൽ തൂജയെ പറ്റി പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് പേഷ്യന്റ് വന്നിട്ട് പറയണം, ഡോക്ടറെ എനിക്ക് വന്നിട്ട് അങ്ങനെ ഡോസ് ഞാനിത് എന്റെ ഒരു വെർഷനിൽ പറയുന്നതാണ്, ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ പറയുന്നില്ല, എന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡോക്ടറെ എനിക്ക് വന്നിട്ട് ഇങ്ങനെ വലിയ ശക്തിയുള്ള മരുന്നൊന്നും താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല, എന്റെ ബോഡി ഭയങ്കര വീക്കാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണെന്നറിയോ, ഇവിടെയും ചില ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതിൽ പറയുന്ന പൂജ ഉണ്ടല്ലോ ഭയങ്കര ഫ്രജൈലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പൂജയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതിലേക്കാണ് ഇത് എത്തുക. ഇതിന്ന് പറഞ്ഞു എത്തുമ്പോൾ അതിലെത്തുക. അപ്പൊ അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ഇതിൽ വേറെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും വരുന്നുണ്ട്. ഭാര്യ സ്വന്തമായിട്ടൊന്നും നെറേറ്റ് ചെയ്യില്ല, ഭർത്താവാണ് നെറേറ്റ് ചെയ്യണം. പുള്ളിക്കാരത്തിയുടെ കംപ്ലൈന്റ്സും ഭർത്താവാണ് നെറേറ്റ് ചെയ്യണത്. അപ്പൊ അവർക്ക് ഒരാളില്ലാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഇതിൽ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് കേട്ടോ, ഒന്നല്ല, പല പല സ്റ്റോറി. പിന്നെ ഒരു 3 സ്റ്റോറി ഇങ്ങനെ പല പല ചാപ്റ്റേഴ്സിലായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി മറ്റൊരു തലത്തിലാണ് ഇതിനകത്ത് നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി നരേറ്റഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇന്ന് വായിക്കുമ്പോൾ ആയിരിക്കില്ല, നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ഓരോ നമ്മൾ മെറ്റീരിയൽ പറ്റി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ആ ഡിഫറെന്റ് ഡയമെൻഷൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ. കാരണം ഇതിൽ തെറാപ്യൂട്ടിക്സ് ഒന്നും അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ റെഡി ടു കുക്ക് അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഷൂട്ട് അങ്ങനെയൊന്നും ഇല്ല. ഇതിൽ ഇങ്ങനെയാണ് ഇത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങനെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, അതായത് ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാതൊരു ക്വസ്റ്റ് വരും. എന്താണെന്നറിയാമോ, നമ്മുടെ അതർ സോങ് എന്തായിരിക്കും അന്ന്, അല്ലെങ്കിൽ ആ അതർ സോങ്ങില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ സക്സസ്ഫുൾ ആണോ, നമ്മൾ ഈ സക്സസ് ഒന്നും നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, അതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഒരു ഇന്റേണൽ എസൻസിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, അപ്പം അതങ്ങനെയാണ്. ഇവിടെ ഇടയ്ക്ക് ഒരു അച്ഛൻ വന്നിരുന്നു. ആ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ബോംബെയില് 3-4 ഫ്ലാറ്റ് ഉണ്ട്, ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റ്സ് ആണ്. നാട്ടിലും വേറെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ പുള്ളി സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് പുള്ളിക്ക് സമ്പത്ത് ഉണ്ടായില്ല. സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോ പുള്ളി ഇപ്പൊ പറയണെന്ന് പറഞ്ഞാല്
എത്രയോ തവണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ ഞാൻ ജീവിക്കാൻ മറന്നുപോയി, എന്റെ നല്ല ജീവിതം ഞാൻ ജീവിച്ചില്ല, എന്റെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ അത്രയും സ്വീറ്റ്നെസ് ഉള്ള ഒരു ഫാമിലി ലൈഫ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫിസീഷ്യൻസ് ആണ്, നമ്മളിപ്പം ഗവൺമെന്റ് സെക്ടറിൽ കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കാം. പ്രൈവറ്റ് സെക്ടറിൽ വന്നിട്ട് അല്ല, അത് അവിടെയും പ്രഷേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ വന്നിട്ട് പല ഡോക്ടേഴ്സും പറയുന്നതാണ്, ഓണം ഇല്ല, ദീപാവലി ഇല്ല, ക്രിസ്മസ് ഇല്ല, പെരുന്നാളില്ല, ഒന്നുമില്ല, എല്ലാ ദിവസവും നമ്മൾ ഇതിനകത്ത് തന്നെയാണ്. അതായത് നമ്മളിങ്ങനെ മറ്റേ വേഴാമ്പലം, എല്ലാവരുടെ അവസ്ഥയല്ല, ഞാൻ പൊതുവെ പറയുന്ന, നമ്മളിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ചിലപ്പോൾ പേഷ്യന്റ് കാണും, ചിലപ്പോൾ പേഷ്യന്റ് കാണൂല. ചിട്ടയുണ്ട്, ലോൺ ഉണ്ട്, EMI ഉണ്ട്, കുട്ടികളുടെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ വീട് വെക്കണം, കാറ് വേണം, ഈ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒരു ഫിസീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത്, മൂന്ന് സമയം മിനിറ്റ്. കഴിഞ്ഞല്ലോ, ഓക്കെ. ഓക്കെ, നമ്മൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ന എസൻസ് ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മൾ 100 വട്ടം ട്രസ്റ്റ്വർത്തി ആയിട്ടിരുന്നാൽ മാത്രം മതി. ഇനി താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. എന്തായാലും നമുക്കിനി 2 മിനിറ്റാണുള്ളത്. സംശയം ചോദിക്കാനുള്ള സമയമില്ല. ഡോക്ടർ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അല്പം വെയിറ്റ് ചെയ്തു, കാരണം മുഴുവൻ കേൾക്കണമല്ലോ. പകുതിക്ക് വെച്ച് നിർത്തണ്ട എന്നോർത്താണ്. അതുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സമയം കിട്ടുമെന്ന് തോന്നില്ല. എങ്കിലും മനോജ് ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടറുടെ അഭിപ്രായവും പറയണം, ഡോക്ടർക്കൊരു നന്ദിയും പറയണേ. അതെ, നമ്മുടെ ഈ ചെറുപ്പക്കാരെ ഡോക്ടർമാരിൽ വളരെ പ്രോമിസിങ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ റിജി. ആകാശവാണി ഇവിടെ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ പലത്തെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, നല്ലത് ആക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നരേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പറയാൻ കഴിയുന്നതാണ്. ഇവിടെ ഡോക്ടർ നിത്യ ഈ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ്. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. ഇപ്പം അത് കണക്കാണ്. പുസ്തകങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. മാത്രമല്ല, വായിക്കാൻ കഴിയാത്തവർക്ക് അത് പുതിയ അറിവാണ്. ഇനി വായിക്കാൻ ഉഴപ്പുന്നവർക്ക് അതൊരു പ്രേരണയാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. ഈ പ്രസന്റ് ചെയ്യാൻ മാത്രം വന്നാൽ പോരാ, ബാക്കി കേൾക്കാനും കൂടെ വരണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എന്തായാലും IFPHന്റെ പേരിൽ ഡോക്ടർ റിജിക്കും ഇത് മോഡറേറ്റ് ഡോക്ടർ മറിയാമ്മ ഡോക്ടർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മനോജ് ഡോക്ടറെ. മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഇനി വീണ്ടും ക്ലാസ്സുമായിട്ടും അതുപോലെ ഇതിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്യണമെന്ന് ഡോക്ടറോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മളുടെ 1881 പ്രതിദിന സൂം വെബിനാർ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.